ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് TCL 65 ഇഞ്ച് 4K UHD ആൻഡ്രോയിഡ് LED ടി വിയാണ്. ഈ 32 ഇഞ്ച് ടി വികളുടെ കാലം ഓൾറെഡി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് 43 അബോവ് സൈസ് ടി വികളാണ്. അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 65 ഇഞ്ച് വരെയാണ്. കാരണം സാധാരണ ഒരു വർഷം മുൻപ് വരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൈസ് റേഞ്ചായിരുന്നു ഈ 55-65 റേഞ്ച് ടി വികളെല്ലാം. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഒരു 1/3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടി വികൾ പർച്ചേസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എല്ലാവരും ഈ 55-65 ആ റേഞ്ചിലുള്ള ടി വികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത് സെയിൽ നടക്കുന്നതും. ഈ മോഡൽ ടി വികൾ തന്നെയാണ്. ഈ റേഞ്ചിലുള്ള നല്ല ഒരു മോഡൽ ടി വിയാണ് ഈ TCL ആൻഡ്രോയിഡ് ടി വി. TCL ഒരു സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വിയാണ്. ഇതിനകത്ത് 3 HDMI പോർട്ടും 2 USB പോർട്ടും ഒരു RJ45 കേബിൾ പോർട്ടും അവൈലബിൾ ആണ്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറായ ആൻഡ്രോയിഡ് പൈ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 4K UHD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി. ഇതിൻ്റെ ഹോം സ്ക്രീൻ മെനു, റിമോട്ട് കൺട്രോൾ ഇതെല്ലാം യൂസർ ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളാണ് ഇതിൽ TCL പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ക്വാഡ് കോർ പ്രോസസ്സറാണ്. 2GB RAM, 16GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനെല്ലാം ഇതിൽ വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു 65 ഇഞ്ച് ഒരു നല്ലൊരു ബഡ്ജറ്റ് ടി വിയാണ് ഈ TCL 4K UHD ആൻഡ്രോയിഡ് LED ടി വി. കമ്പനി ഇതിന് 3 വർഷം വാറണ്ടിയാണ് നൽകുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഇതെല്ലാം ഒരു മിനി ഹോം തിയേറ്റർ നമ്മളുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന തരത്തിലുള്ളതാണ്. നമ്മളുടെ വീടുകളിൽ ഒരു മിനി ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ 65 ഇഞ്ച് ആൻഡ്രോയിഡ് TCL LED ടി വി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.